അതുകൊണ്ടാണ് ഇവിടെ കൊങ്ങമ്പട സമയത്ത് കൊങ്ങമ്പട എന്നൊന്നും നടക്കും. കേട്ടിട്ടുണ്ടോ നിങ്ങള്? കൊങ്ങ് നാട്ടിലെ രാജാവ് ചിറ്റൂർ നാടിനെ ആക്രമിക്കുന്നതിന് മുമ്പ് ഒരു ഓല മെസ്സേജ് അയച്ചു. ഓല എങ്ങനെ? കാക്കട കാലിൽ കെട്ടിയിട്ട്. ഇന്ന് പാലക്കാട് ജില്ലയിൽ ചിറ്റൂരിലാണ് ചെറിയ എഴുപത്ത് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ ഒരു തറവാട് വീട് അല്ലേ. ഇവിടെ 2 അമ്മച്ചിമാർ മാത്രമേ ഉള്ളൂ. ഭയങ്കര രസമാണ് ഇതിൻ്റെ ചുറ്റുപുറം കാണാൻ. ഞാൻ അത് കാണിച്ചു തരാം അല്ലേ. എത്ര വർഷം? 70 വർഷം. 72 വർഷം. ഈ വീടിൻ്റെ പേര് പറയണത് ചെറിയ 70 ഹൗസ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകൾ കാണാം. മെയിൻ റോഡ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന എല്ലാ വീടുകളും ചെറിയ 70. എന്താ അതിന് പ്രത്യേകത? ചെറിയ 70, വലിയ 70, അതൊക്കെ അവനവന്റെ സൗകര്യം പോലെ പേര് വെച്ചു. ഈ കമാന് ഒന്നോ പണിതിട്ടില്ലാണ്, കൊല്ലമൊന്നും അറിയില്ല, അത്ര പഴയതാണ്. നേരെ കാണുന്നത് ഒരു ദൈവത്തിനെ വെച്ചതാണ്. അങ്ങോട്ടേക്ക് നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റുമോ? അവിടെ പോയി നോക്കാം. ചെരുപ്പിടാൻ പറ്റില്ലല്ലോ. ചെരുപ്പ് കിട്ടും. മനസ്സിലല്ലേ? പകുതി തമിഴ്, തമിഴന്മാരുടെ അമ്പലം ഇഷ്ടം പോലെ, തമിഴന്മാരുടെ ഉത്സവങ്ങളും നടക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ ഇങ്ങനെ ഓട്ടം തുള്ളൽ കളിക്കില്ലേ, അയാള് വെക്കുന്ന കിരീടത്തിന്റെ ഷേപ്പാണ് മുകൾ ഭാഗം, കമാനത്തിന്റെ മുകൾ ഭാഗം. മനസ്സിലായി. ഓട്ടം തുള്ളലിന്റെ ആ ഷേപ്പ് അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ രണ്ടാളും ഇപ്പൊ ഏകദേശം എത്ര വർഷം ഇവിടെ താമസിക്കുന്നുണ്ട്? ഞങ്ങള് ഇവിടെ തന്നെയാണ്. 70 വർഷത്തോളം ആയിപ്പോലെ വീട്. ഞങ്ങള് 72 കൊല്ലമായി. 72 കൊല്ലായി അല്ലേ? ഞങ്ങളുടെ തറവാട് വീട് നിലമ്പൂരാണ്, മലപ്പുറത്ത്. ഇതുപോലെയാണ് ഏകദേശം കുറച്ച് ഇങ്ങനെ. ചീഫ് സെക്രട്ടറി ജോയ് വാഴയിൽ അദ്ദേഹം ചോദിച്ചു എത്ര കൊല്ലം ഈ വീട് പണിതിട്ടെന്ന് പറഞ്ഞപ്പോ അയ്യോ ആരും വിശ്വസിക്കില്ലല്ലോ, പറഞ്ഞ ഇത്ര കൊല്ലമായോ എന്ന്. ഭയങ്കര അത്ഭുതം അദ്ദേഹത്തിന്. ചീഫ് സെക്രട്ടറി അല്ലേ? ചീഫ് സെക്രട്ടറി. ഇപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് മാറി വേറെ ഡിപ്പാർട്ട്മെന്റിലാണ് അദ്ദേഹം. ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ അമ്മാവൻ, ഇത് മുത്തശ്ശി, ഇത് വേറൊരു അമ്മാവൻ, ഇത് ഞങ്ങളുടെ അമ്മ. ഇത് അമ്മ അല്ലേ? അച്ഛന്റെ ഫോട്ടോ ആണ് അടുത്തത്. ഞങ്ങളുടെ അമ്മ ഇതാണ്. അതിന് വീട്ടുപേരാണോ അങ്ങനെ എന്തെങ്കിലും? 70 എന്നാണ് വീട്ടുപേര്. അതായത് ഞങ്ങളുടെ വീട്ടില് പണ്ടൊരു സന്യാസി വന്നപ്പോ അവര് 70 തൊട്ടില് കെട്ടിയിട്ടിരിക്കണ കണ്ടുന്ന. അപ്പൊ ഈ വീട്ടിന് 70 പേര് വന്നു. അങ്ങനെയാണ് ആ പേര് വന്നല്ലേ? ഇവിടുന്ന് ശിവക്ഷേത്രം എത്തുന്ന വരെയും 70 വീടാണ്. അതിന്റെ അപ്പുറത്തുണ്ട്, ആ കുളത്തിന്റെ അപ്പുറത്തും ഒക്കെ 70 വീടുകളിൽ മുഴുവനും. 100 വയസ്സറ്റും ഉണ്ടായിരുന്നു. ഞാൻ നടുവുള്ള മുത്തശ്ശി, ഞങ്ങളുടെ മുത്തശ്ശിയും മാധവന്റെ മുത്തശ്ശിയും അടുത്ത് അനീത്തിയാണ്. അത്ര അടുത്ത സ്വന്തമാണ് ഞങ്ങള്. വന്നപ്പോ ഇവിടെ അടുത്ത് എവിടെങ്കിലും പുഴയുണ്ടോ ചോദിച്ചു. അത്രേ ഉണ്ട്, ശോകനാശിനി എന്ന് പറയും പുഴ, മനസ്സിലായില്ലേ? ആ പുഴയുടെ അടുത്ത് പോയി നോക്കി അവിടെ തപസ്സിരുന്ന് ഒരു കല്ലി കയറിയിരുന്ന് അവസാനം ഇവിടെ ഇരുന്നിട്ട് എനിക്ക് രാമൻ്റെ അമ്പലം വേണം, ഇവിടെ എന്താ ചെയ്യുക ചോദിച്ചു. അപ്പോൾ ചമ്പത്തെ വീട്ടുകാരെന്നൊരു കൂട്ടരുണ്ട്, അവരാണ് ഇവിടുത്തെ രാജാക്കന്മാര് ചിറ്റൂരിലെ. അവരോട് പോയി ചോദിക്കാൻ പറഞ്ഞു. ചോദിച്ചപ്പോൾ രാമൻ്റെ അമ്പലം പണിയിച്ചു. രാമസ്വാമി ക്ഷേത്രം ഉണ്ട് അവിടെ തെക്കേ ഗ്രാമത്തെ. ഭഗവാനെ നോക്കി ഇരുന്നിട്ടാണ് രാമായണം എഴുതിയത്. അങ്ങനത്തെ ക്രെഡിറ്റ് ഒക്കെ ഉണ്ട് ചിറ്റൂരിന്. അത്രയും പ്രത്യേകത ഉണ്ട് അല്ലേ? എന്റെ അമ്മയുടെ അച്ഛൻ അവിടുത്തെ. അല്ല, ഈ ചിറ്റൂർ രാജാവ് എന്നൊക്കെ പറയുമ്പോ നിങ്ങളെ കാലത്തുണ്ടായിരുന്നോ ചെറുപ്പത്തിൽ?
ചിറ്റൂർ രാജാക്കന്മാര് അവിടെ കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ വയസ്സായിട്ട് മരിച്ചുപോയി. അല്ല, എന്ത് വിശേഷം ഉണ്ടെങ്കിലും കൊങ്ങമ്പടയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ വർഷങ്ങളും അവരുടെ വീട്ടിൽ പോയിട്ട് കളിച്ചിട്ട് വേണം പോവാൻ. അവരാണ് രാജാക്കന്മാർ. ഇന്നും ചമ്പത്തിലെ രാജാക്കന്മാർ, ചമ്പത്തെ വീട്. അതെവിടെയാ? നമുക്ക് ഇവിടെ നേരെ പോയിട്ട് പോയാൽ മതി. കുറെ ദൂരം നേരെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് തിരിയണം. അതിന്റെ ആ തിരിയുന്നിടത്ത് പേരെന്താ? ചമ്പത്ത് വീട്. ചമ്പത്ത് വീട്. അത് വലിയ വീടാണ്. അവിടെ അതിന്റെ അടുത്ത് വലിയൊരു വലിയ കുളമുണ്ട്, ഭഗവതി കുളം എന്ന് പറയും. നേരത്തെ പറഞ്ഞ കുളം. അതിന്റെ അടുത്ത് പിന്നെ ഒരു ആൽത്തറ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ സർപ്പങ്ങളെയൊക്കെ വെച്ചിട്ടുണ്ട്. സർപ്പക്കാവ് അല്ലേ? അതിന്റെ തൊട്ടടുത്താണ് ചമ്പത്തിരി. ഞങ്ങളൊക്കെ പോകാറുണ്ട്. മുത്തച്ഛന്റെ വീട് നടന്ന് ഇവിടുന്ന് കേറിയിട്ട് അങ്ങനെ നേരെ നേരെ നടന്നാൽ പോയാൽ മതി. മതി. അവരെ അവിടുന്ന് കൊണ്ട് എടുക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഇവിടെ കൊങ്ങമ്പട സമയത്ത് കൊങ്ങമ്പട എന്നൊന്നും നടക്കും. കേട്ടിട്ടുണ്ടോ നിങ്ങള്? കൊങ്ങ് നാട്ടിലെ രാജാവ് ചിറ്റൂർ നാടിനെ ആക്രമിക്കുന്നതിന് മുമ്പ് ഒരു ഓല മെസ്സേജ് അയച്ചു. ഓല എങ്ങനെ? കാക്കയുടെ കാലിൽ കെട്ടിയിട്ട്. ഒരു ഇവിടെ ചിറ്റടുത്ത വീട് എന്ന് പറയും. ആ വീട്ടിലെ കാരണവർ അവിടെ ഇരുന്ന് ഊണ് കഴിക്കുമ്പോൾ കാക്ക വന്ന് അടുത്തിരുന്നു എന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ കാലിലൊരു ഓല തൊങ്കുന്നു. അഴിച്ചെടുത്തു. നോക്കിയപ്പോൾ തമിഴിൽ മെസ്സേജ് അയച്ചിരിക്കണേ, ഞങ്ങളുടെ കച്ചവടക്കാരെയൊക്കെ നിങ്ങൾ ഉപദ്രവിച്ചു, ഞങ്ങളിതാ നിങ്ങളുടെ നാട്ടിലേക്ക് പടയെടുക്കാൻ വരികയാണ്. കൊങ്ങിലെ രാജാവ്, കൊങ്ങന്മാരുടെ രാജാവ്. കൊങ്ക് നാട്ട് എന്നാണ് ഇതിനെ പറയുക. ഏത്? ഈ തമിഴ്നാട്ടിലെ. അപ്പോൾ ഞങ്ങൾ യുദ്ധത്തിന് വരുന്നു പറഞ്ഞു. ആൾക്കാരൊക്കെ പേടിച്ചു. നമ്മൾ പട്ടാളോ വല്ലതും ഉണ്ടോ? നമ്മൾ രാജാവുമല്ല. ദേവിയുടെ അടുത്ത് പോയി കരഞ്ഞ് സങ്കടം പറഞ്ഞു ചിറ്റൂരമ്മയുടെ അടുത്ത്. ചിറ്റൂരമ്മ പറഞ്ഞു, ആരും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാന്ന്. ചിറ്റൂരമ്മ വന്ന് കൊങ്ങനെ കൊന്നു. മനസ്സിലായോ? അതാണ് കൊങ്ങൻപട. രണോത്സവം എന്ന് ഇതിലൊക്കെ കാണും. ഐതിഹ്യമാലയിലൊക്കെ എഴുതിയിട്ടുണ്ട്. മാർച്ച് മാസത്തില്, കുംഭമാസത്തില് മലയാളം. അപ്പൊ ദേവി അവനെ കൊന്നു. 7 ദിവസം ഉണ്ടാവും. എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കൊങ്ങമ്പട രണോത്സവം എന്നും പറയും. പട യുദ്ധം എന്ന് വെച്ചാൽ രണം എന്നാണല്ലോ. അപ്പൊ അങ്ങനെ കൊങ്ങനെ കൊന്നിട്ട് ദേവി അവരെ ഓടിച്ച് പിന്നാലെ പോയി വാളയാറ് പറയും. തമിഴ്നാട്ടിന്റെ അതിർത്തിയാണ്. ആ വാള് അവിടെ കൊണ്ട് കഴുകിന്ന്. വാളിത്തെ ചോര ഇവരെയൊക്കെ കൊന്നിട്ട് യുദ്ധം ചെയ്തിട്ട് വെള്ളം ചുവന്ന റോഡ് എന്നാണ് പറയണത്. വാളയാർ പേര് വരാൻ കാരണം വാള് കഴുകിയ ആറായതുകൊണ്ട്, ആറെന്ന് വെച്ചാൽ പുഴ, അതുകൊണ്ട് വാളയാർന്ന് പേര്. എന്നിട്ട് ഒരു പാറയുടെ മുകളിലെ വാളിനെ വെച്ചു. അത് അടയാളം വന്നു. അവിടെ ഒരു അമ്പലം. വാളിന്റെ ഷേപ്പില് കരിങ്കല്ലിലെ അടയാളം വന്നു. ദേവിയുടെ വാളിന്റെ നല്ല കനമുള്ള വാളാണ്. അതൊക്കെ പോയിട്ടുണ്ട്, കണ്ടിട്ടില്ല. അമ്പലം 3 റൂമുണ്ട്. അവിടെയും 3 റൂം, ഇവിടെയും 3 റൂം. തേക്ക് മരമായി അങ്ങനെയാണെന്ന് ഗുണം. ചെതില് വരില്ല. എല്ലാ മരങ്ങളും തേക്ക് കൊണ്ട് ഉണ്ടാക്കിയത്. മരസാധനങ്ങളൊക്കെ തേക്ക് കൊണ്ടല്ലേ? തേക്ക് മരം. കോണിപ്പടി കയറാൻ പ്രശ്നമുണ്ട്. കുറ്റി വിട്ടു. അനുവദി കേട്ടോ, ചേച്ചി കവിത എഴുതാറുണ്ടെന്ന്. എന്റെ അമ്മാമ്മനാണ് ഇത് പറഞ്ഞേ. അപ്പൊ ഇതുപോലൊരു വെള്ളക്കാരി കയ്യിലായിരുന്നു 22, 23 അല്ല 72. അതാണ് നമ്മളെ ചേച്ചിയുടെ കവിത അല്ലേ? ഇനി ചെയ്യുന്നുണ്ടോ? 72, 73 അടച്ചിട്ടും തുറന്നിട്ട് എന്നിട്ട് പോയത്. ഓണസദ്യയും കാത്തിരിപ്പ് അല്ലേ? ഇത് രണ്ടോ ചേച്ചി എഴുതിയത് അല്ലേ? ഇനി എഴുതണുണ്ടോ? സാധാരണ എഴുതാറുണ്ടോ? 200 രൂപ എഴുതി. ആണോ? ഓഹോ, നല്ല കാര്യം, നല്ല കാര്യം. ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇത് കുളിമുറിയാ പഴയ. ഡയറക്റ്റ് വെള്ളമല്ലല്ലോ. എന്ത് കാട്ടും? ഇതാ കിണർന്ന് നേരെ വെള്ളം എടുക്കുന്നു, ഡോർ അടക്കുന്നു, കുളിക്കുന്നു. അതിന് തന്നെയാ. വെള്ളം കോരാ
കുടിക്കാൻ അത് വെറൈറ്റി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എല്ലാരും ചോദിക്കും എന്താ ഇത് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് വെള്ളം കോരുന്ന മാതിരിയുള്ള കിണറ് എന്ന്. അതേപോലെ കുളിക്കാനും പോകുമ്പോഴും അതെ മുറ്റത്തൊന്നും പോണ്ട, ഇവിടെ എല്ലാരും വീട്ടില് മുറ്റത്ത് പോയിട്ട് ഞങ്ങൾ കുടിക്കാനും ചോറ് വെക്കാനും ഒക്കെ പൈപ്പൊക്കെ എല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. കുളിക്കാനും തുണി നനച്ചിടാനും ഒക്കെ എടുക്കും. ഞാൻ 100%